നമുക്ക് മറ്റൊരു സാക്ഷ്യവും കൂടി ഇപ്രകാരം വായിച്ചു കേൾക്കാം. എൻ്റെ പേര് ലില്ലി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഷാലോം നൈറ്റ് വിജിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അറിയിക്കാനാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ മകന് വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. അനേക ടെസ്റ്റുകൾ നടത്തി അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഞാൻ നൈറ്റ് വിജിലിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 21 ഏപ്രിൽ 18 എൻ്റെ മകന് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. കരകടിച്ചു എന്ന് പറയാം കർത്താവിന്. കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ അസന്നിഗ്ധമായി വിധി എഴുതിയതാണ്. എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ആ സഹോദരി വീണ്ടും എഴുതുകയാണ് അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച്. ഇതുകൂടാതെ ഞങ്ങളുടെ കുടുംബത്തിൽ 8 വലിയവർക്കും 18 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനും ഉൾപ്പെടെ 4 കുഞ്ഞുങ്ങൾക്കും ഒരുമിച്ച് കോവിഡ് ബാധിച്ചു. അതിലെൻ്റെ ഭർത്താവിന് കോവിഡ് ബാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം വളരെ മൂർച്ഛിക്കുകയും ന്യൂമോണിയ വന്ന് അപകട നിലയിൽ ആശുപത്രിയിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരുന്നു ഓരോ ദിവസം കഴിയുന്തോറും. ഞാൻ ഈ വിഷയങ്ങൾ നൈറ്റ് വിജിലിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആർക്കും യാതൊരു അപകടവും വരുത്താത്ത രീതിയിൽ കർത്താവ് സൗഖ്യം നൽകി എല്ലാവരെയും അനുഗ്രഹിച്ചു, എല്ലാവരെയും സുഖപ്പെടുത്തി. ലില്ലി ജയരാജ്, എവർഗ്രീൻ സ്ട്രീറ്റ്, ബാംഗ്ലൂർ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. അവൻ്റെ പേര് യേശുവെന്നാണ്. നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, എന്തെല്ലാം തകർച്ച വന്നാലും, ആരെല്ലാം കൈവിട്ടാലും നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. ഒരിക്കലും കൈവിടാത്ത ഒരു കർത്താവ്. അവൻ്റെ മുമ്പിൽ നോ എന്നൊരു വാക്കില്ല. അവൻ്റെ മുമ്പിൽ അസാധ്യം എന്നൊരു വാക്കില്ല. അവനെല്ലാം സാധിക്കും. നമുക്ക് വീണ്ടും ഒരിക്കലൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു കത്ത്. എന്തായിരുന്നു? കർത്താവ് സുഖപ്പെടുത്തിയ ഒരു വ്യക്തി. ഇപ്പോൾ വീണ്ടും ഇതാണ്ടേ കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടാകില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. അവർ പ്രാർത്ഥിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഈശോ ആ ദമ്പതികളെ അനുഗ്രഹിച്ചു. നമുക്ക് ഒരു നിമിഷം വിശ്വാസത്തോടെ നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിക്കാവുന്ന, നമ്മുടെ ആരുടെയെങ്കിലും മക്കൾ, നമ്മുടെ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവർ വിവാഹം കഴിഞ്ഞ് 2, 3, 4, 5, 10, 15 വർഷമായി കുഞ്ഞുണ്ടാകുന്നില്ല. ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയിട്ടുണ്ടായിരിക്കാം. എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടുണ്ടായിരിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞിട്ടില്ല നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന്. കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ആരുടെ മുമ്പിൽ കർത്താവ് വിധി പറഞ്ഞിട്ടില്ല. വിധി പറഞ്ഞതെല്ലാം മനുഷ്യരായിരിക്കാം. നമുക്കതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് അങ്ങനെയുള്ളവരെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ നാളുകളിൽ കൊറോണ വൈറസിലൂടെ, ഒമിക്രോണിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങളും വ്യക്തികളുമുണ്ട്. അവരെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ ആരുടെയും മേൽ ദൈവം വിധി പ്രസ്താവിക്കാത്തത് കൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരും, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി വേദനയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, അവരുടെ കണ്ണുനീരും വേദനയുമെല്ലാം സമർപ്പിക്കാം. ഒരുപക്ഷെ നമുക്കോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ പരിചയക്കാർക്കോ ആയിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, അവരെല്ലാം ഒരു നിമിഷം വിശ്വാസത്തോടെ പറയും, കർത്താവേ, എൻ്റെ ഈ സഹോദരൻ, എൻ്റെ ഈ മകൾ, എൻ്റെ ഈ അയൽവാസി, എനിക്കറിയാവുന്നവർ, എന്നോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല കർത്താവേ, ഒത്തിരി വേദനിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിവാഹം നടക്കാത്ത യുവജനങ്ങളെ നമുക്ക് കർത്താവിലേക്ക് സമർപ്പിക്കാം. ഒത്തിരി യുവജനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിക്കാം. 2 കരങ്ങൾ നമുക്കൊരു നിമിഷം ഉയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തിൽ വിശ്വാസം വളരട്ടെ, വിശ്വാസം ഉയരട്ടെ. എൻ്റെ പ്രാർത്ഥന ഈ രാത്രിയിൽ എൻ്റെ ഈശോ സ്വീകരിക്കും. അവിടുത്തെ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്തതൊന്നുമില്ല. അതിനാൽ ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അങ്ങാണ് സൃഷ്ടാവ്. സൃഷ്ടി ചെയ്തത് അവിടുന്നാണ് കർത്താവേ. അവിടുത്തെ നാമത്തിൽ ഈ രാത്രിയിൽ സൃഷ്ടികൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഉദരഫലം നിന്റെ സമ്മാനമാണ് കർത്താവേ.
മക്കൾ നിന്റെ ദാനമാണ് കർത്താവേ. നിന്റെ ദാനമായ, നിന്റെ സമ്മാനമായ കുഞ്ഞുങ്ങളെ നൽകി ദമ്പതികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതികളും ഈ രാത്രി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ പരിശുദ്ധത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, വിശ്വാസത്തോടെ ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണ തോന്നണമേ, അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ നൽകണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ. വിവാഹ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഈശോയെ ആരാധന എൻ്റെ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തുറന്നു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തുറന്നു. അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനേ, ഉയർത്തെഴുന്നേറ്റവനേ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെ പോലെ, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എൻ്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇരിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വചന സന്ദേശം നൽകുന്നത് ഒരു യുവ എഞ്ചിനീയറാണ്, PG റാങ്ക് ഹോൾഡർ. കരമായിട്ട് കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഒരു യുവ സുവിശേഷ പ്രഘോഷകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഓഫീസിൽ മാനേജരായി ശുശ്രൂഷ ചെയ്യുന്നു, കുടുംബജീവിതം നയിക്കുന്നു. 3 മക്കളും ജീവിത പങ്കാളിയുമുണ്ട്. എറണാകുളത്താണ് താമസിക്കുന്നത്. പ്രിയപ്പെട്ട ജോർജ് ജോസഫ് വളരെ അനുഗ്രഹീതനായൊരു വ്യക്തിയാണ്. ഇത് പറയാൻ കാരണം കർത്താവിനെ ആരാധിക്കാൻ ഏറ്റവും അധികം പഠിക്കുന്ന ഒരു സമുദായത്തിൽ ജനിച്ചു വളർന്നൊരു യുവാവാണ്. എന്നാൽ അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞ അനേക വർഷമായി ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു. കരങ്ങളടിച്ച് സ്വീകരിക്കാം. ഹല്ലേലൂയ. Hallelujah.
ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒന്ന് വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ വചനം ഒന്ന് ഏറ്റുചൊല്ലിക്കേ. ലൂക്ക 1:35 പറഞ്ഞേ. 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആമേൻ. നമ്മൾ ഇതിനകത്ത് വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്, ഏകസ്ഥ ജീവിതം നയിക്കുന്നവരുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, യുവജനങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. നമ്മളൊക്കെ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ശരിയല്ലേ? നമ്മളൊക്കെ ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ്. ശരിക്കും കുടുംബമാകുന്ന ഒരു കളരിയിൽ നിന്നാണ് നമ്മൾ പല പാഠങ്ങളും പഠിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ മറികടക്കാനുള്ള ആത്മധൈര്യവും വഴികളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇച്ചിരി മുമ്പ് നമ്മളൊരു ടെസ്റ്റിമോണി കേട്ടു, മെൽവിൻ ചേട്ടൻ്റെ. എന്തൊക്കെയോ സഹനത്തിലൂടെ, അല്ലേ, എത്രയൊക്കെയോ സഹനത്തിലൂടെ ദൈവം കടത്തിവിടുന്നു. ഇതുപോലെയാണ് നമ്മളും, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. ഒരുപാട് സഹനങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരുന്നു. കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ, ഭയത്തിൻ്റെ അവസ്ഥകൾ, കടബാധ്യതകൾ, തകർച്ചകൾ, മാറ്റി നിർത്തലുകൾ, അവഗണനകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇറക്കിവിടൽ, പലായനം ചെയ്യപ്പെടൽ, ഇങ്ങനെയൊക്കെ അനേക പ്രതിസന്ധിയിലൂടെയൊക്കെ നമ്മളും കടന്നു പോകുന്നവരാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ഇങ്ങനെ മല്ലടിച്ചിട്ടുണ്ട്, എന്തിനാ ദൈവമേ ഇതെനിക്കിങ്ങനെ അനുവദിക്കുന്നത്? നേരത്തെയൊക്കെ കേട്ടപ്പോൾ എത്രയൊക്കെയോ സഹനം, ഒന്നിന് പുറകെ ഒന്നായിട്ട്, ഒന്ന് തീരുന്നതിന് മുമ്പ്, അല്ലെ, കുരിശിൻ്റെ വഴിയിലൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഒരെണ്ണം തീരുന്നതിന് മുമ്പ് അടുത്തത് ഇതാ വന്നു കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ സഹനത്തിൽ നിന്ന് സഹനത്തിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുകയാണ്, എന്തിനാ ദൈവമേ ഇത് അനുവദിക്കുന്നത്? പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ ചോദിക്കുന്നുണ്ട് ദൈവത്തോട്, എന്തിനാ ഇത്, വായ്? ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനയോട് ദൈവത്തോട് തന്നെ മടുപ്പാണ്, ദേഷ്യമാണ്, വിരക്തിയാണ്, മല്ലടിക്കാൻ തുടങ്ങും. ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. ഇതുപോലെ തന്നെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് അപ്പുറം കടന്ന ഒരു കുടുംബമുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിതാവിൻ്റെയും യേശുവിൻ്റെയും കുടുംബമാണ്, തിരുക്കുടുംബമാണത്. നമ്മളൊക്കെ ചിന്തിക്കാം തിരുക്കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്ന്. ഒരു നന്നായിട്ട് ജീവിച്ചവരാണ്, ഒത്തിരി സന്തോഷത്തോടു കൂടി ജീവിച്ചവരാണ് എന്ന് നമ്മൾ കരുതും. പക്ഷേ ഒരു ജീവിതത്തിലുണ്ടാവുന്ന സകല പ്രശ്നങ്ങളെയും അതിജീവിച്ച ഒരു കുടുംബമാണ് തിരുക്കുടുംബം. ഒരു അപ്പൻ്റെ പ്രശ്നം, അമ്മയുടെ പ്രശ്നങ്ങൾ, ഭാര്യയുടെ പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ, ഒരു പുരുഷന്റെ പ്രശ്നം, ഒരു സ്ത്രീയുടെ പ്രശ്നം, ഒരു പെണ്ണിന്റെ പ്രശ്നം, ഒരു ആണിന്റെ പ്രശ്നം, ഒരു യുവാവിന്റെ പ്രശ്നം, ഒരു യുവതിയുടെ പ്രശ്നം, ഒരു കുഞ്ഞുങ്ങളുടെ പ്രശ്നം, സകല പ്രശ്നത്തെയും മറികടന്നവരാണ് ആ തിരുക്കുടുംബം. നമ്മളും ഇതുപോലെ ഈ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. നമുക്ക് ഉത്തരം കിട്ടുന്നില്ല, പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചിന്തകൾ. ശരിക്കും നമുക്ക് ഉത്തരം കിട്ടണം. എന്തിനാണ് ഞാൻ സഹിക്കുന്നത്? എനിക്ക് ഉത്തരം കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് കുതിക്കാനുള്ള ആ ഒരു വലിയ ഒരു ശക്തി നമുക്കതിലൂടെ ലഭിക്കും. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ അറ്റുപോകും. പ്രത്യാശയില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഉത്തരം കിട്ടണം. നമ്മുടെ ഓരോ സഹനത്തിനും നമുക്ക് ഉത്തരം കിട്ടണം. അത് ദൈവം നമുക്ക് തരും. അതിലൂടെ കുറച്ച് ചിന്തകൾ പങ്കുവെക്കാമെന്ന് കരുതുന്നു. 2 കൊരിന്ത്യൻസ് 1 അധ്യായം അതിൻ്റെ 3 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെ ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവനാവട്ടെ. ദൈവത്തെക്കുറിച്ച് പറയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവമായവൻ വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിന് പ്രത്യേകതയുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ അപ്പനാണ്, അത് യേശുക്രിസ്തുവിൻ്റെ പിതാവാണ്.
അത് കരുണയുടെ ദൈവമാണ്, സ്നേഹത്തിൻ്റെ പിതാവാണത്. നമ്മളൊക്കെ ഒരു ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊക്കെ വിശ്വസിച്ചിരുന്ന സമുദായത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു ദൈവത്തെയാണ് പഠിപ്പിക്കുന്നത്. ഒരു ശിക്ഷിക്കുന്ന ദൈവത്തെ, മാറ്റി നിർത്തുന്ന ഒരു ദൈവത്തെ. ദൈവം എന്ന് പറയുന്നത് ദൂരെ എന്തോ ഇരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. കാരണം ദൈവം എന്നാൽ ഒരു യജമാനനാണ്, നമ്മളൊക്കെ അടിമകളാണ്. അടിമകൾക്ക് യജമാനൻ്റെ മുമ്പിൽ ഒന്നും ചോദിക്കാനോ ഒന്നും പറയാനോ അവകാശമില്ല. യജമാനൻ ഇട്ട് തരുന്നത് നമ്മൾ സ്വീകരിച്ചോണം, യജമാനൻ ശിക്ഷിക്കുന്നത് ഏറ്റുവാങ്ങിച്ചോണം. ഒരു അടിമയുടെ ആ ഒരു കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ പിതാവാണ്, കരുണയുടെ പിതാവാണ്, മാറ്റി നിർത്താത്ത ഒരു അപ്പനാണ്, മാറ്റി നിർത്താത്ത ഒരു അപ്പനാണ്. നമ്മളൊക്കെ ഓർക്കുന്നുണ്ട് ഈ ബത്സേദ കുളക്കരയിൽ കിടന്ന 38 വർഷമായി തളർവാദം പിടിപെട്ട ഒരു രോഗി. കാരണം നമ്മുടെ ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നൊരു ദൈവമാണ്, നമ്മുടെ അടുക്കിലേക്ക് വരുന്നൊരു ദൈവം. എന്നിട്ട് ആ രോഗിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ പറയുവാണ്, എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. കാരണം 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ട് കിടക്കുന്ന ഒരു രോഗി അനുഭവിക്കുന്ന വേദനകൾ എന്തുമാത്രമാണെന്ന് കണ്ണുകൊണ്ട് പലതും കണ്ടിട്ടുണ്ട് ഞാനും. കാരണം എൻ്റെ അപ്പനും 10-14 വർഷമായിട്ട് ഈ തളർവാദം പിടിപെട്ട് കിടക്കുക. ഒരു ആക്സിഡൻറ്റിൽ നട്ടലിൻ്റെ 8 കണ്ണികളും പൊട്ടി തളർന്ന് കിടക്കുക ആള്. അപ്പോൾ ഒരു തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം, നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ 38 വർഷമായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ രോഗത്തിൻ്റെ പീഡകൾ, ആ ഒരു മനസ്സ് ഞെരുങ്ങുന്ന ഒരു അവസ്ഥ, ആ ശരീരത്തിൻ്റെ വേദനകൾ, ഇതൊന്നുമല്ല ആ മനുഷ്യനെ അലട്ടുന്നത്. ആ മനുഷ്യൻ പറയുവാണ്, എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. കാരണം ഒറ്റപ്പെടൽ, ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. കുടുംബത്തിൽ ഒറ്റപ്പെടുന്നു, സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു, മാറ്റി നിർത്തപ്പെടുന്നു. കൽക്കട്ടയിലെ അമ്മ തെരേസ പറഞ്ഞു, ലോൺലിനെസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പെയിൻ ഇൻ മൈ ലൈഫ്. ഒറ്റപ്പെടലാണ് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന. നമുക്ക് ബാക്കിയെല്ലാം സഹിക്കാം, ശരീരത്തിൽ കുറെ വേദന തന്നു കുറെ സഹിച്ചങ്ങ് തീർത്താൽ മതി. പക്ഷെ ഒറ്റപ്പെടൽ വന്നാൽ, മാറ്റി നിർത്തൽ വന്നാൽ സഹിക്കാൻ പറ്റില്ല. ആരുമില്ല എന്നൊരവസ്ഥ. എന്നെ കുളത്തിലേക്ക് ഇറക്കാനായിട്ട് ആരുമില്ല. കാരണം 38 വർഷം സമയമെടുത്തു ആ രോഗി സൗഖ്യം പ്രാപിക്കാൻ. ഒരു പീരീഡ് അവിടെ ദൈവം ആ വ്യക്തിക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. ആ പീരീഡിൽ കുറേ കാര്യങ്ങൾ ആ വ്യക്തി പഠിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും കുറേ സഹനങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റുവാങ്ങുമ്പോൾ നമ്മളും കുറേ കാര്യങ്ങൾ പഠിക്കും. അതിനൊരു ടൈം ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ദൈവം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. ഒത്തിരി നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്യും. അയാളും പലരെയും ഡിപ്പെൻഡ് ചെയ്തു, എന്നെ ഒന്ന് കുളത്തിലേക്ക് ഇറക്കുമോ? ആരും ഇറക്കുന്നില്ല. നമ്മളും പലരെയും ഡിപ്പെൻഡ് ചെയ്യുക. ആരിൽ നിന്ന് നമുക്കൊരാശ്വാസം കിട്ടില്ല. അവസാനം അയാൾ മനസ്സിലാക്കുകയാണ്, ഞാൻ ഈ ലോകത്ത് ഒറ്റയാണ്, ഞാൻ ഈ ലോകത്ത് ഒറ്റയാണ്. നമ്മളും ഒറ്റയാ, ഒറ്റയ്ക്ക് നടക്കേണ്ടവരാ, ഒറ്റയ്ക്ക് നടക്കേണ്ടവരാ. ആരും കാണില്ല. കാണുമെന്ന് വിചാരിക്കുന്ന ഒറ്റ വ്യക്തികൾ നമ്മുടെ കൂടെ കാണില്ല. ഒരു സഹനത്തിൻ്റെ സമയത്ത് ആരും കാണില്ല. ജീവിത പങ്കാളി മനസ്സിലാക്കില്ല, മാതാപിതാക്കള് മനസ്സിലാക്കില്ല, സഹോദരങ്ങള് മക്കള് മനസ്സിലാക്കില്ല, കൂടെയുള്ളവര് മനസ്സിലാക്കില്ല, അധികാരികള് മനസ്സിലാക്കില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നടക്കും. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞാണോ നീ? നിന്റെ പക്കലേക്ക് യേശു തമ്പുരാൻ കടന്നു വരും. എന്നിട്ട് പറയും, നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. കാരണം എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ ആശ്വാസം നൽകുന്നവനാ. അവൻ സമാശ്വാസത്തിൻ്റെ ഒരു ദൈവമാ, ആശ്വാസം നൽകുന്ന ഒരു ദൈവമാ. ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കാണാൻ നമ്മുടെ കർത്താവിന് പറ്റില്ല. അവൻ നമ്മുടെ പക്കൽ വരും. എന്നിട്ട് പറയും, കിടക്കയും എടുത്ത് നീ നടക്ക്. അതാണ് നമ്മുടെ ദൈവം. കിടക്കയും എടുത്ത് നീ നടക്ക്. വിശുദ്ധ അഗസ്തീനോസിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പാപത്തിന്റെ പടുകുഴിപ്പെട്ട ഒരു മനുഷ്യനാ, ചെയ്യാത്ത പാപങ്ങളില്ല. ഞാനൊക്കെ വിശ്വസിച്ചിരുന്ന കൺസെപ്റ്റിൽ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ ദൈവത്തിന് അപ്രീതിക്ക് കാരണമാകുക, പിന്നെ ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കാൻ നമ്മൾ യോഗ്യരല്ല, ദൈവം നമ്മളെ ശിക്ഷിക്കും, തള്ളിക്കളയും, മാറ്റി നിർത്തും, ഒറ്റപ്പെടുത്തും. പക്ഷെ ഇവിടെ ആ പടുകുഴിയിൽ നിന്ന് ദൈവം അവനെ പൊക്കിയെടുക്കുകയാണ്.
ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് പൊക്കിയെടുത്തിട്ട് സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വേദപാരംഗതനായിട്ട് കർത്താവ് അവനെ അഭിഷേകം ചെയ്ത് പൊക്കിയെടുക്കുക. ഒരു പാപിയെയും ദൈവം ഉപേക്ഷിക്കുന്നില്ല, ഒരു രോഗിയെയും ദൈവം സൗഖ്യപ്പെടുത്താതിരിക്കില്ല. ഒരു സഹനത്തിനും അവസാനമില്ലാതിരിക്കില്ല. അതിനൊരവസാനമുണ്ട്. ഇനി ദൈവം എന്തിനാ നമുക്കിങ്ങനെയൊക്കെ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന, പറഞ്ഞല്ലോ, ഒരു ആശ്വാസം നൽകുന്ന ഒരു കർത്താവാണ്. ഓരോ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം നൽകും. കാരണം അത് മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ബാക്കിയെല്ലാം കണ്ടീഷണലാണ്. ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നിരിക്കാം ആ സമയത്തൊക്കെ, പക്ഷെ അതൊക്കെ ഒരു കണ്ടീഷൻ വെച്ചോണ്ടാണ് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷൻ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് ഈ ഹെൽപ്പൊക്കെ നിൽക്കും, അതും അറ്റുപോകും. അവസാനം ആരും കാണാതെ വരും, ആരും കാണില്ല. കൂടെ നിൽക്കുമെന്ന് കരുതുന്നവരാരും ഉണ്ടാവില്ല. ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ നമ്മൾ കടക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാനും കടന്നിട്ടുള്ളതാണ്. നമ്മളൊന്നും ആരും മനസ്സിലാക്കില്ല. ആ സമയത്ത് നമുക്കൊരു ആശ്വാസം നൽകുന്ന ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാന്തനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാവേണ്ടതിന്, ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ. കാരണം ഓരോ രീതിയിലുള്ള സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജനത്തിൻ്റെ മധ്യേ, ഒരു ഭവനത്തിലാണ് അല്ലെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാവേണ്ടതിന്, ഞാൻ ശക്തരാവേണ്ടതിന്, നീ ശക്തനാവേണ്ടതിന്, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ നിങ്ങളും ക്ഷമയോടുകൂടി സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഞങ്ങളെ സകല ക്ലേശത്തിലൂടെയും കടത്തിവിടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന 1-2 കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതുന്നു. ശരിക്കും എൻ്റെ കൂടെ പപ്പ ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്, അമ്മയുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെ ഈ കുടുംബത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവാണ്. കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ഈ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ്. ശരിയല്ലേ? ശരിയാണ്, പ്രശ്നങ്ങളുടെ വലിയൊരു കൂമ്പാരമാണ് കുടുംബം എന്ന് പറയുന്നത്. കാരണം ഒരു കുടുംബത്തിൽ ഉടലെടുക്കുന്ന പ്രശ്നത്തിന് പെട്ടെന്നൊന്നും നമുക്കൊരു ഉത്തരം കിട്ടില്ല. അപ്പം ഒരു ദിവസം ഒരു യൂത്തിൻ്റെ ധ്യാനം പാലായിൽ നടക്കുകയാണ്. അപ്പം അന്ന് ഞാൻ എൻ്റെ തലേദിവസം രാത്രി വീട്ടിൽ വന്നു. അപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 5 മണിക്ക് എണീറ്റ് പോകണം. എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ 5 മണിക്ക് എണീറ്റ് പോകണം. ഞാൻ രാത്രി ഈശോയോട് ഇങ്ങനെ ചോദിച്ചു, നാളെ ചെന്ന് അവരോട് എന്നാ പറയണ്ടേ? അപ്പോൾ ഈശോനോട് പറഞ്ഞു, നാളെ ചെന്ന് നീ മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പ്രഭാഷകൻ്റെ പുസ്തകം എടുത്തു, 3-ാം അധ്യായം വായിക്കാൻ തുടങ്ങി. അത് മാതാപിതാക്കളോടുള്ള കടമയാണ്. അത് വായിച്ചിങ്ങനെ പകുതിയായപ്പോഴത്തേക്ക് ഈശോ എന്നോട് വന്ന് പറഞ്ഞു, നീ ബൈബിൾ വായിക്കണ്ട, നീ വചനം വായിക്കണ്ട, ബൈബിൾ അടച്ചു വെക്കണമെന്ന് പറഞ്ഞു. ഇത് കർത്താവാണ് പറയുന്നത്. എനിക്ക് അതിനു മുമ്പ് എനിക്കൊരൊറ്റ കർത്താവിനെ മാത്രമേ പരിചയമുള്ളൂ. നമ്മളിങ്ങനെ പുന്നാരിച്ച്, താലോലിച്ച്, കെട്ടിപ്പിടിച്ച്, ഉമ്മ വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു കർത്താവിനെയോ എനിക്ക് അതിനു മുമ്പ് പരിചയമുള്ളൂ. പക്ഷെ അന്ന് മുതൽ എന്നെ വര നിർത്തുന്ന ഒരു അധ്യാപകനെ ഞാൻ കാണാൻ തുടങ്ങി. ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ നിൽക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടുന്ന് അടിക്കും, അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടുന്ന് അടിക്കും. അങ്ങനെ ഒരു ദൈവമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ കണക്കൊക്കെ പഠിപ്പിക്കുന്ന ഈ മാഷന്മാരില്ലേ, പണ്ടൊക്കെ ഇങ്ങനെ ചോറിലൊക്കെ തോളത്ത് വെച്ചുകൊണ്ട് വരുന്ന, കഷത്ത് വെച്ചുകൊണ്ട് വരുന്ന, അതുപോലെ നമ്മളിങ്ങനെ വര കൊണ്ടുപോകുന്ന ഒരു അധ്യാപകൻ്റെ റോള് പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ എടുക്കും. അത് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരുടെ ജീവിതത്തിൽ ആ അധ്യാപകൻ സകല കാര്യങ്ങളും അവൻ പഠിപ്പിച്ച് ഇറക്കത്തുള്ളൂ. അവൻ പഠിപ്പിക്കും. എന്നോട് പറഞ്ഞു, വചനം വായിക്കണ്ട, നീ ബൈബിൾ അടച്ചു വെക്കടാ. ആ സ്വരത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അടിമുടി വിറയ്ക്കും അത് കേട്ടാ. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, പ്രകമ്പനം കൊള്ളിക്കുന്നതാ ഭൂമിയെ. ആ സ്വരം കേട്ടാൽ അടിമുടി വിറയ്ക്കും. പെട്ടെന്ന് ബൈബിൾ മടക്കി
അതുകൊണ്ട് പിന്നെ ബൈബിളോട്ട് നോക്കത്തില്ല. ഒരു 11:45 ആയപ്പോൾ വീണ്ടും ചെന്ന്, അന്ന് വൈഫ് രണ്ടാമത്തെ ഡെലിവറിക്ക് വീട്ടിൽ ചെന്നേക്കുക, വീട്ടിൽ പോയേക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ചെന്നിട്ട് പതുക്കെ ബൈബിൾ തുറന്നിട്ട് ഈ പ്രഭാഷകൻ്റെ പുസ്തകം 3 വായിക്കാൻ തുടങ്ങി. അത് പകുതിയായപ്പോൾ വീണ്ടും വന്നിട്ട് പറയാം, നിന്നോടാ ഞാൻ പറഞ്ഞത്, അടച്ചു വയ്ക്കടാ എന്ന് പറഞ്ഞു. അതേ പിന്നെ നമുക്ക് ഈ ബൈബിളിലോട്ട് നോക്കത്തില്ല, പേടിയാ, വിറയ്ക്കാൻ തുടങ്ങുക, ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഈ സ്വരവാ കേൾക്കുന്നത് ഇങ്ങനെ മുഴങ്ങുക. അങ്ങനെ ഒരു 2-2:30 പതുക്കെ വീണ്ടും ബൈബിൾ തുറന്ന് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ഇത് തീരാറായപ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ട് പറയുവാണ്, നിന്നോട് എന്നെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, പഠിക്കണമെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് അടച്ചു വയ്ക്കണമെന്ന് പറഞ്ഞു. അതിൽ ഈ ചക്ക വെട്ടിയെടുത്ത പോലെ അങ്ങ് വീണു. എന്നിട്ട് ഞാൻ എണീറ്റിട്ട് ഞാൻ ചോദിച്ചു, അതെന്നാ പരിപാടിയാ? ഇങ്ങേരോട് ഞാനല്ലേ ചോദിച്ചത്, എന്താ നാളെ ചെന്ന് പറയണ്ടേ? ഇങ്ങേര് പറഞ്ഞു, മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് പറ. ഇതിവിടെ ഇങ്ങനെ കിടപ്പുന്നത് കണ്ടാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, പഠിച്ചാലല്ലേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇത് പഠിക്കാതെ ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പഠിക്കാതെ എങ്ങനെയാണ് ഒരു വചനം പറയുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ മോനെ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കാണാതെ പഠിക്കാനുള്ളതല്ല. നിനക്ക് മനസ്സിലായല്ലോ, മാതാപിതാക്കളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഇതാ വചനം വായിച്ചപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ. ഇനി നിന്റെ അപ്പനെ അമ്മയെ നീ ഒന്ന് നോക്കിക്കേ. ഒത്തിരി കുറവുള്ളവര്, നിന്റെ അത്രയും വിദ്യാഭ്യാസമില്ല, നിന്റെ അത്രയും സംസാരിക്കാൻ പാഠവുമില്ല, നിന്റെ അത്രയും നോളജ് ഇല്ല, അറിവില്ല, ഒത്തിരി തെറ്റ് ചെയ്യുന്നവര്. എൻ്റെ കുഞ്ഞെ, നിന്നോട് ചോദിച്ചിട്ടല്ല നിനക്ക് അങ്ങനെ ഒരു അപ്പനെ തന്നത്, നിന്നോട് ചോദിച്ചിട്ടല്ല നിനക്ക് അങ്ങനെ ഒരു അമ്മയെ തന്നത്. നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് ഓപ്ഷൻ വെച്ചില്ല, ABCD, നിനക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാന്ന്. എൻ്റെ മോനെ, നീ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എത്ര ദിവസം എന്ന് പറയണ്ടേ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നാളെ അഡ്ജസ്റ്റ് ചെയ്യും, നാളെ കഴിഞ്ഞ് ഞാൻ പൊട്ടിത്തെറിക്കും. കാരണം മനുഷ്യനാ, പൊട്ടിത്തെറിച്ച് പോകും. ചിലത് കാണുമ്പോൾ കേൾക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് പോകും. എന്നോട് ഈശോ പറഞ്ഞു, നീ മനസ്സിലാക്ക, നീ അഡ്ജസ്റ്റ് ചെയ്യണ്ട, നീ മനസ്സിലാക്ക്. നിന്റെ അപ്പൻ എങ്ങനെയാ, എന്ത് ചെയ്യാൻ പറ്റും അപ്പൻ അങ്ങനെയാ. ഇനി അപ്പൻ്റെ തലയ്ക്കകത്തോട്ട് കയറിയിട്ട് എനിക്ക് റീപ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്യണമെന്ന്. നിന്റെ അമ്മ അങ്ങനെയാ. ആ കുറവുകൾ നീ ഒന്ന് മനസ്സിലാക്ക്, അക്സെപ്റ്റ് ചെയ്യ്. എന്നിട്ട് ആ കുറവുകളോടുകൂടി തന്നെ അവരെ പ്രാക്ടിക്കലി ജീവിച്ച്, സ്നേഹിച്ച്, ആദരിച്ച്, ബഹുമാനിച്ച് നീ ജീവിച്ച് പഠിക്കുക. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കാണാതെ പഠിക്കാനുള്ളതല്ല, അത് പ്രാക്ടിക്കലി ജീവിക്കാനുള്ളതാ. ഈ പഠിത്തമൊക്കെ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ജീവിതം ബുദ്ധിമുട്ടാണ്. ജീവിച്ച് തുടങ്ങിയവർക്കേ, വചനം ജീവിച്ച് തുടങ്ങിയവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. എൻ്റെ കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ജീവിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ ഒരു കൃപ നിക്ഷേപിക്കപ്പെടും. അത് മാതാപിതാക്കളോടുള്ള സ്നേഹം, ബഹുമാനം, ആദരം. ഈ കൃപ ലഭിച്ചു കഴിഞ്ഞിട്ട് നീ ഒരു കമ്മ്യൂണിറ്റിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അതെ പേരൻസിനെയൊക്കെ ഒന്ന് അനുസരിച്ചേക്കണം കേട്ടോ. നീയല്ല, നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ കൃപയാ അധ്വാനിക്കുന്നത്. ഈ കൃപ ലഭിക്കാതെ നീ അവിടെ ചെന്ന് കത്തി പ്രസംഗിച്ചിട്ടും അവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. എൻ്റെ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ സ്നേഹിക്കാതെ ദൈവസ്നേഹമാണെന്ന് പഠിപ്പിക്കാൻ നിനക്കെന്നെ അവകാശം? നീ ക്ഷമിക്കാതെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നിനക്കെന്നെ അധികാരം? നീ ആദ്യം പോയി സ്നേഹിക്ക്, ആദ്യം പോയി ക്ഷമിക്ക്. കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ ആരും എന്നെ സ്നേഹിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ട് ദൈവം എന്നെ ഇട്ടിട്ട് മാറി നിൽക്കും. സകലരും എന്നോട് കോപിക്കും, എന്നെ മർദ്ദിക്കും, മാറ്റി നിർത്തും, അവഗണിക്കും. സ്നേഹത്തിൻ്റെ ഒരു ഇറ്റ് പോലും എനിക്ക് തരില്ല. അവിടെ വെച്ച് പ്രാക്ടിക്കലി എന്നെ കൊണ്ട് അവൻ സ്നേഹിക്കാൻ പഠിപ്പിക്കും. ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് ചിലര് തുപ്പും. ക്ഷമിക്കാൻ പഠിപ്പിക്കും. ഈശോ ഒരു ദിവസം ചോദിച്ചു, എൻ്റെ മുഖത്ത് അവൻ കാർക്കിച്ച് തുപ്പി, ഞാൻ പ്രതികരിച്ചില്ല. ആണത്വം ഇല്ലാത്ത കൊണ്ടാണോ പ്രതികരിക്കാത്തത്? അല്ല, അവൻ്റെ അത്രയും മനസ്സിൻ്റെ കട്ടി വേറെ ആർക്കും ഇല്ല. ആണത്വം ഇല്ലാത്തതുകൊണ്ടല്ല, അതാണ്. പീലാത്തോസ് പറയുന്നുണ്ട്, ദിസ് ഇസ് ദ മാൻ,
ദിസ് ഇസ് ദ മാൻ. ഇതുപോലൊരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെയാ ധൈര്യം. വായിട്ടലയ്ക്കാൻ വലിയ ധൈര്യമൊന്നും വേണ്ട, മിണ്ടാതിരിക്കാൻ നല്ല ധൈര്യം വേണം. പ്രതികരിക്കാൻ വലിയ ധൈര്യമൊന്നും വേണ്ട, പ്രതികരിക്കാതിരിക്കാൻ നല്ല കരുത്ത് വേണം. അവിടെയാ ദൈവം പഠിപ്പിക്കുന്നത്. ഇത് പ്രാക്ടിക്കൽ കളരിയാ. അതിനുവേണ്ടിയാ ഓരോ സഹനത്തിലൂടെ ദൈവം നമ്മളെ ഇങ്ങനെ കടത്തിവിടുന്നത്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ വീട്ടിൽ വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അവർ പറയുന്നൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ പറയുന്നൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നം. ഇതൊന്നും ആരോടും പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സ്വന്തം വീട്ടിൽ അപ്പനെയും അമ്മയും നിർത്തി നോക്കുന്ന മക്കൾക്കും അവിടെ നിൽക്കുന്ന അപ്പനും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ അവരനുഭവിക്കുന്ന വിഷമങ്ങളുടെ ആഴം. അത് വേറൊരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പുറമേന്ന് പലർക്കും പലതും പറയാമല്ലോ, ഈ ഉള്ളിൽ കിടന്ന് അനുഭവിക്കുന്നവർക്കാണല്ലോ അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഇത് ആരോടും പറയാൻ പറ്റുന്നില്ല, എങ്ങും ഒരു ആശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും വചനത്തിൽ പറയുന്നു, അതായത് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ആശ്വാസം കിട്ടില്ല. വചനം ഇങ്ങനെ പറയുന്നു, മരണഭയം ഉണ്ടാകത്തക്ക വിധം. അതായത് 2 കൊരിന്ത്യൻസ് 1:8 പറയുന്നു, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ അവനിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. കാരണം അവൻ മരിച്ചവരെ ഉയർപ്പിച്ച ഒരു കർത്താവാണ്, മരണത്തെ തോൽപ്പിച്ച ഒരു കർത്താവാണ്. അവനിൽ ആശ്രയിക്കാൻ വേണ്ടിയാ. നമ്മൾ പലരുടെയും പുറകെ നടക്കും ഇതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. നടക്കത്തില്ല, ആരും മനസ്സിലാക്കത്തില്ല. എല്ലായിടത്തും ഇങ്ങനെ ഒറ്റപ്പെടല്. ആ 38 വർഷം ആ തളർവാദ രോഗി ഒറ്റപ്പെട്ട് കിടന്നതുപോലെ അവസാനം അവന് മനസ്സിലായി, ആരും എൻ്റെ കൂടെ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ശരണപ്പെടും. എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ മടുത്തു. കാരണം വരുന്ന ശുശ്രൂഷ പോലും എടുക്കാതായി. കാരണം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങളാണ്. അതിൽ വെച്ച് നമ്മൾ എങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ? ജോലി ബാധിക്കുന്നു, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുടുംബജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നു, ഭയങ്കര പ്രശ്നം. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ തന്നെ ഇങ്ങനെ അടിയറ വയ്ക്കുന്നൊരു സമയമുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, ഇനി എനിക്ക് പറ്റില്ല, ഇനി എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോണം. അങ്ങനെ വിട്ടുകൊടുക്കുന്നൊരു സമയമുണ്ട്. കാരണം അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരു എളിമയുണ്ടാവണം നമുക്ക്. കാരണം നമ്മുടെ ഉള്ളിൽ ഈ ഞാനെന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച് സ്വായക്തമാക്കിയിരിക്കുന്ന കുറേ സാധനം നമ്മുടെ തലയ്ക്കകത്തുണ്ടല്ലോ. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് അറിവുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ട് LKG മുതൽ ഈ ആർജിച്ചെടുത്തിരിക്കുന്ന ഈ അറിവുകൾ, ബോധ്യങ്ങളെല്ലാം നമ്മുടെ തലയ്ക്കകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒരൊറ്റ അറിവും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല. ഇതൊരു ഫാക്റ്റാണ്. ഒറ്റ അറിവും വർക്ക് ചെയ്യില്ല. അതേ പ്രശ്നമായിട്ട് വേറൊരാൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ ആ പ്രശ്നം കടത്തി നമ്മൾ അപ്പുറം കടത്തും. പക്ഷേ ഈ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സുഭാഷിതങ്ങൾ പറയുന്നു 27 അതിൻ്റെ 17-ാം വചനത്തിൽ പറയുന്നു, ഇരുമ്പിന് മൂർച്ച കൂട്ടും, അതുപോലാണ് ഒരുവൻ മറ്റൊരുവൻ്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടും. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, അതുപോലെ വേറൊരുവൻ മറ്റൊരുവൻ്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടും. നമ്മളൊക്കെ കറക്കിയറിയുന്ന കത്തി, അതിൻ്റെ മൂർച്ച തീർന്നു പോയി. അതിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് മൂർച്ച കൂടുവോ? അമ്മമാരെ പറ, മൂർച്ച കൂടുവോ? മക്കളെ, മൂർച്ച കൂടുവോ? ഇല്ല. അപ്പം അത് മൂർച്ച കൂടനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അതെടുത്ത് വേറൊരു കല്ലിൻ്റെ പുറത്തിട്ട് ഉരയ്ക്കണം, അല്ലെങ്കിൽ വേറൊരു ഇരുമ്പിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഉരയ്ക്കണം. എങ്കിൽ മാത്രമേ ആ കത്തിക്ക് വീണ്ടും മൂർച്ച കൊടുത്തുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ഈ ബുദ്ധിയും. കാരണം നമ്മുടെ തലയ്ക്കകത്ത് എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം കിട്ടില്ല. ഇത് നമ്മളെ കഴിഞ്ഞും എക്സ്പീരിയൻസ് ഉള്ള, നമ്മളെ കഴിഞ്ഞും ബോധ്യങ്ങളുള്ള, നമ്മളെ കഴിഞ്ഞ് ജ്ഞാനമുള്ള ഒരു ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് നമ്മളത് പങ്കുവെക്കണം. ആ ഗുരു നമ്മുടെ ഈ ബുദ്ധിക്ക് ഇങ്ങനെ അങ്ങോട്ട് ഷാർപ്പൻ ചെയ്യും. എന്നിട്ട് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്ത് വെച്ചിട്ട്, ഒന്നാമത് നീ ഇത് ചെയ്, രണ്ടാമത് ഇത് ചെയ്, മൂന്നാമത് ഇത് ചെയ്, അങ്ങനെ ഈ പ്രോബ്ലത്തിന് നിനക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് ഈ ആത്മീയ നേതൃത്വത്തിലൂടെയേ ദൈവം പറഞ്ഞു തരത്തുള്ളൂ. അത് നമ്മൾ എളിമപ്പെടാൻ വേണ്ടിയാ. അത് പറഞ്ഞു തരും. കാരണം ഈ ഔസേപ്പിതാവ് അല്ലേ, ഒത്തിരി പ്രതീക്ഷയോടുകൂടി മാതാവിൻ്റെ കൂടെ കുടുംബജീവിതം നയിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ നിറവയറോടുകൂടി അമ്മ വന്ന് നിൽക്കുന്നു.
ആകെ വിഷയമായിട്ട് അങ്ങ് ഉപേക്ഷിച്ചേക്കാം എന്നൊക്കെ ഒരു തീരുമാനം എടുത്തപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇതിങ്ങനെയാണ്, അല്ലാതെ വേറെ ആര് പറഞ്ഞാലും ഔസേപ്പിതാവിന് മനസ്സിലാവില്ല, ഇനി മാതാവ് എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. അത് ആ ഒരു ദൂതൻ ആ ബുദ്ധിയെ ഷാർപ്പൺ ചെയ്തു. പഴയ കാര്യങ്ങൾ, ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ചെയിൻ പോലെ ഔസേപ്പിതാവിന് മനസ്സിലാവാൻ തുടങ്ങി. ഇതാണ് സംഭവം. സ്വീകരിച്ചു കഴിഞ്ഞു. പ്രശ്നത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കിടക്കുകയാണ്. അതുപോലെ കർത്താവ് എന്നെ കൊണ്ട് അഭിമന്യ ഇടയന്ത്രത്ത് പിതാവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. അവിടെ ഇരുന്ന് ഞാൻ പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, ഒത്തിരി ബാധിക്കുന്നു, ജോലിയെ ബാധിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, നിന്നെയും എന്നെയൊക്കെ കർത്താവ് ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നതല്ലേ എൻ്റെ കുഞ്ഞെ. നമ്മളൊരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ യാത്രയുടെ ഒരു പാരലിസമാണ്. അതിൻ്റെ ഒരു സമാന്തര പാതയിലൂടെ നമ്മളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് യേശുക്രിസ്തു എന്തൊക്കെ പീഡകൾ സഹിച്ചോ, എന്തൊക്കെ നിന്ദനങ്ങൾ സഹിച്ചോ, എന്തൊക്കെ അപമാനങ്ങൾ സഹിച്ചോ, എന്തൊക്കെ മർദ്ദനങ്ങൾ സഹിച്ചോ, അതിൻ്റെ പാരലായിട്ട് നമ്മളും സഹിക്കേണ്ടിയിരിക്കുന്നു. ഇതേ വഴിയുള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ വഴി. അതുകൊണ്ട് എൻ്റെ കുഞ്ഞെ, ഈ പ്രശ്നം തീരില്ല, ഇത് കൂടിക്കൂടി വരത്തേ ഉള്ളൂ. ആ കൂടിക്കൂടി വരുന്ന പ്രശ്നത്തെ ഫേസ് ചെയ്യാനായിട്ട് നീ നിൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. അത് കുടുംബത്തിൽ ജീവിക്കുന്നവർക്കറിയാം. അതൊരിക്കലും താഴത്തില്ല, പ്രശ്നങ്ങൾ ഒരിക്കലും സോൾവ് ആകത്തില്ല. അത് കൂടി വരത്തേ ഉള്ളൂ, അത് കൂടി വരത്തേ ഉള്ളൂ. അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഓരോ സാഹചര്യങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഇതിങ്ങനെ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു സ്വരം കേൾക്കുകയാണ്, എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നിട്ട് ഞാൻ പ്രതികരിച്ചില്ല, എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നിട്ട് ഞാൻ പ്രതികരിച്ചില്ല, എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നിട്ട് ഞാൻ പ്രതികരിച്ചില്ല. അങ്ങനെ പിതാവിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ഞാൻ പതുക്കെ വീട്ടിലെത്തി. അന്ന് വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ സംഭവം, അത്രയും നാളും ചെറിയൊരു മാലപ്പടക്കമാണെങ്കിൽ അന്ന് വലിയൊരു ബോംബ് പൊട്ടുന്ന പോലെയായിരുന്നു. എന്തോ ഒരു സാധനം പറഞ്ഞു, എനിക്കും ബോധിച്ചില്ല. ഞാനും തിരിച്ചെന്തോ പറഞ്ഞു. പപ്പനിങ്ങനെ കിടപ്പിൽ കിടന്നാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ്, അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നിട്ടും അവൻ പ്രതികരിച്ചില്ല. ഞാൻ പെട്ടെന്നൊരു കസേര ഇങ്ങനെ വലിച്ച് ഈ അപ്പൻ്റെ അടുത്ത് അവിടെ ഇരുന്നിട്ട് അപ്പൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പനിങ്ങനെ ചീത്ത പറയാൻ തുടങ്ങി, വഴക്ക് പറയാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്താടാ എന്നിട്ട് നാവ് ഇറങ്ങിപ്പോയോ, നീ ഒരാണാണോ, കേട്ടോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവസാനം ചീത്ത പറയാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞ് അമ്മയും കൂടി കൂടാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് അങ്ങ് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ 8:30 രാത്രി. ഇതിങ്ങനെ പറഞ്ഞ് ഒരു 12:30 1 മണി വരെയൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും പ്രതികരിക്കാനായിട്ട് വാ തുറക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ്, അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നിട്ട് അവനൊന്നും മിണ്ടിയില്ല. അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നിട്ട് അവനൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ അപ്പം പതുക്കെ ശാന്തമായി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മുഖത്തോട്ട് നോക്കി ചോദിച്ചു, കഴിഞ്ഞോ? രൂക്ഷമായിട്ട് നോക്കി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മാറി. ഞാൻ പെട്ടെന്ന് അപ്പോഴാണ് എണീറ്റത്. കാപ്പി പോലും കുടിച്ചിട്ടില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്. പെട്ടെന്ന് എണീറ്റ് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി അടുക്കള ചെന്നപ്പോൾ ആഹാരമൊന്നുമില്ല. വൈഫില്ല, വൈഫിൻ്റെ വീട്ടിൽ പോയേക്കാ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പഴക്കൊട്ട തുറന്ന് നോക്കി, പഴവുമില്ല. ഞാൻ വണ്ടിയെടുത്തു, തട്ടുകട വല്ലതും ഉണ്ടോ എന്ന് നോക്കിപ്പോയി. തട്ടുകടയൊന്നുമില്ല, എല്ലാം അടച്ചു. തിരിച്ചു വന്ന് 2 ഗ്ലാസ് വെള്ളവും കുടിച്ച് മിണ്ടാതെ കിടന്നു. രാവിലെ എണീറ്റ് ഒന്നും മിണ്ടുന്നില്ല. കുളിച്ച് ഫ്രഷായി നേരെ ഓഫീസിലേക്ക് പോയി. അന്ന് നടന്നൊരു മിറാക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം എൻ്റെ അപ്പൻ വാ തുറന്നിട്ടില്ല. അവിടെ തോറ്റത് എൻ്റെ അപ്പനോ ജയിച്ചത് ഞാനോ അല്ല. അവിടെ തോൽപ്പിച്ചത് എൻ്റെ അഹങ്കാരത്തെയാണ്. കാരണം നമ്മുടെ ഉള്ളിലെ അഹങ്കാരമല്ലേ നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നത്. എന്നോട് ഇങ്ങനെ പറയാൻ ഇവരാരാണ്? അന്നെനിക്ക് മനസ്സിലായി, ഇറസ്പോൺസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസ് ഇൻ അവർ ലൈഫ്. പ്രതികരിക്കാതിരിക്കലാണ് ജീവിതത്തിലെ
ഏറ്റവും വലിയ പ്രതികരണം. അതേ പിന്നെ അപ്പൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല, നോക്കാൻ പേടിയാ, നോക്കിയിട്ടില്ല. ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, അപ്പൻ അറിയത്തില്ല ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ ഒരാൾ നമ്മളെ നോക്കി ചീത്ത വിളിക്കുന്നു, നമ്മളും തിരിച്ച് 4 ചീത്ത വിളിക്കുന്നു, അവൻ തിരിച്ച് 8 ചീത്ത വിളിക്കുന്നു. അങ്ങനെ അവസാനം തല്ലായി അടിയായി അങ്ങനെ അങ്ങ് പോവാം. രണ്ടാമത് ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുന്നു, ഒരുത്തൻ നോക്കി നമ്മളെ ചീത്ത പറയുന്നു, നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ ആ മനുഷ്യൻ്റെ അറിവും ബോധ്യങ്ങളും അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞാൽ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഇത് വരുള്ളൂ, പിന്നെ വരില്ല നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് നിശബ്ദരായി നോക്കിയേ, നിശബ്ദരായി നോക്കിയേ, വായൊന്ന് അടച്ചു നോക്കിക്കേ, നടച്ചു നോക്കിക്കേ, അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അതാ പീലാത്തോസൊക്കെ ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണെന്ന് ഇവർ പറയുന്നു, ആണോ? ഒന്നും മിണ്ടുന്നില്ല, കംപ്ലീറ്റ് സൈലൻസ്. അപ്പോഴാ പീലാത്തോസ് പറയുന്നത്, ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അവിടെയാണേ ആണത്വം എന്നൊക്കെ പറയുന്നത്, അവിടെ ആണത്വം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അപ്പനും അമ്മയും ഞങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങ് പോയി. ഒട്ടും പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഭയങ്കര വിഷമം. കാരണം 10-12 വർഷമായിട്ട് നമ്മളിങ്ങനെ കൂടെ നിർത്തി നോക്കി എടുത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അവസാനം ഒരു സുപ്രഭാതത്തിൽ എല്ലാം തച്ചുടച്ചിട്ട് നീ എന്താ ചെയ്തേ എന്ന് ചോദിച്ച് വലിച്ചെറിഞ്ഞ ഒരൊട്ടപ്പോക്ക്. അത് കഴിഞ്ഞപ്പോൾ കുറ്റം വിധിക്കാനായിട്ട് 100 കണക്കിന് ആൾക്കാർ എല്ലാവരും ഇങ്ങനെ വിധിക്കുക. എന്നോടൊക്കെ ചോദിച്ചിട്ട്, നീ ഒരു മനുഷ്യനാണോ? ഒരു മനുഷ്യനാണോ? എല്ലാവരും ഇങ്ങനെ 4-ാം പ്രമാണമാണ് പറയുന്നത്. അത് ലംഘിച്ചിട്ട് നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ചിലപ്പോഴൊക്കെ അത് ലംഘിച്ച് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് പാലിക്കാൻ തക്കവണ്ണം ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ ഇല്ലായിരുന്നു, പാലിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് സകലരാലും ഇങ്ങനെ ഒറ്റപ്പെട്ട്, എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തി, സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട്, ഞാനും വൈഫും കുഞ്ഞുങ്ങളും എങ്ങും പോവില്ല, ആരെയും വിളിക്കില്ല, ആര് വിളിച്ചാലും ഫോൺ എടുക്കാൻ പേടിയാണ്. കാരണം എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചീത്ത വിളിയാണ് കേൾക്കുന്നത്. നീ ഒരു മനുഷ്യനാണോ? ഒരു അപ്പനെ അമ്മയെ ഇറക്കി വിട്ടവനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് ധ്യാനിപ്പിക്കുന്ന കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഈ പ്രമാണം വെച്ചാ പറയുന്നത്, ഒന്നും ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. ആകെ അങ്ങ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയിൽ അവസാനം ഞാൻ വീണ്ടും ഇടയന്ത്രത്ത് പിതാവിനെ വിളിച്ചു, പിതാവേ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെ ഞാൻ മോനെ വന്നോളാൻ പറഞ്ഞു. ഞാനും ബിൻസിയും കൂടി ഇങ്ങനെ അങ്ങ് പോയി പിതാവിനെ കാണാൻ പോയി. അപ്പോൾ അതിനൊക്കെ മുമ്പ് പല സാഹചര്യങ്ങളിലും ഇങ്ങനെ ഒറ്റപ്പെടൽ വരുമ്പോൾ നമ്മളിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് ആരുമില്ല എന്നൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചെന്ന് ഇരിക്കുന്ന ഒരു മടിത്തട്ടുണ്ടേ, അത് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടാണേ. ആ മടിത്തട്ട ഇരുന്നിട്ട് ആ അമ്മയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയും, എൻ്റെ മോനെ നീ വിഷമിക്കണ്ട, എൻ്റെ മോനും ഇങ്ങനെയായിരുന്നു, എൻ്റെ മോനും ഇങ്ങനെയാ, അവനെയും ആരും മനസ്സിലാക്കിയില്ല. അതാ പിതാവ് പറഞ്ഞത്, നമ്മളും ഒരു പാരലൽ യാത്രയാണ്. യേശുക്രിസ്തു എന്തൊക്കെ നിന്ന് ഞങ്ങൾ അനുഭവിച്ചോ, ഒറ്റപ്പെടൽ അനുഭവിച്ചോ, അതിൻ്റെ പാരലായിട്ട് നമ്മളും കടന്നു പോകുന്നു. എൻ്റെ മോനോടും ഇങ്ങനെയായിരുന്നു, എൻ്റെ മോനെയും ആരും മനസ്സിലാക്കിയില്ല. എന്നിട്ടിങ്ങനെ ചേർത്ത് പിടിക്കും. ആ ധൈര്യത്തിൽ വീണ്ടും മുന്നോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ പിതാവിൻ്റെ അടുക്ക് ചെന്നിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ വൈഫ് പൊട്ടിക്കരയാൻ തുടങ്ങി. പിതാവേ ഇങ്ങനെയൊക്കെ നോക്കി എൻ്റെ എല്ലാം തെറുപ്പിച്ചു പോയി, എൻ്റെ എന്നെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുക ആണാണല്ലോ, നമ്മളും കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പലപ്പോഴും ഈ ഉള്ളിൽ കരയുമെങ്കിലും കണ്ണീര് പുറത്ത് വരില്ല, ഇങ്ങനെ ഉള്ളിലിങ്ങനെ കരയും. ഇതിനകത്ത് ഇരിപ്പുണ്ട്, പലരുടെയും മുഖം കാണുമ്പോൾ അറിയാം ഉള്ളിൽ നൊന്ത് നീർന്നവരാ ഇതിനകത്ത്, നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം എന്നോട് പെട്ടെന്ന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പിതാവ് ഇങ്ങനെ കാപ്പി കുടിച്ചോണ്ടിരിക്കുക. ആ പകുതി നേരെ ബിൻസിക്ക് കൊടുത്ത്, മോളെ നീ ഇത് കുടിക്ക്. അങ്ങനെ അവള് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിതാവ് പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എടാ മോനെ ജോർജേ, നിനക്ക് ബിൻസിയെ ഭയങ്കര ഇഷ്ടമാണല്ലോ, നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ, അതിനെന്താ കാരണം?
ഞാൻ പറഞ്ഞു ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, അതുകൊണ്ടാണ് കാരണം. അപ്പം പിതാവ് പറഞ്ഞു അതൊന്നും അല്ലടാ കാരണം, നീ രാവിലെ ഡ്യൂട്ടിക്കാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവും 8 മണിക്ക്, വൈകിട്ട് 8:30 ആകുമ്പോഴാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നീ തിരിച്ചു വരുന്നത്. രാവിലെ 8 തൊട്ട് വൈകിട്ട് 8:30 വരെ നീ നിന്റെ ജീവിത പങ്കാളി ബിൻസിക്ക് ഒരു സ്പേസ് നീ കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിൽ അവക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നീ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നീ തലയിടുന്നില്ല. ആ സമയത്ത് അവൾ എന്താ ചെയ്തതെന്നോ എങ്ങനെയാ ചെയ്തതെന്നോ ഒന്നും നീ തിരുത്താനോ പിടിക്കാനൊന്നും പോകുന്നില്ല. നീ അവക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാത്തത്. നീ 2 ആഴ്ച വീട്ടിൽ കുത്തിയിരുന്നേ പ്രശ്നം തുടങ്ങുമെന്ന് പറഞ്ഞു. 2 ആഴ്ച പോയിട്ട് ഒരു ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നാൽ അടി ഉണ്ടാക്കാൻ തുടങ്ങും. കാരണം ഇങ്ങനെ പുറകെ നിൽക്കുവാണല്ലോ, എന്താ ചെയ്യുന്നത്, ഇങ്ങനെയല്ലടി, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പിന്നെ വിഷയമാണല്ലോ. കാരണം ഒരു സ്പേസ് ഇല്ല. എന്നോട് പിതാവ് ചോദിച്ചു, എടാ അപ്പനും അമ്മയും നാട്ടിൽ ചെന്ന് അവർക്ക് അവിടെ സന്തോഷമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദേ ആർ എക്സ്ട്രീംലി ഹാപ്പി. കാരണം അവരുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയല്ലോ. കാരണം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും, അതവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മളിത് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ടും പറയും ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണെന്ന് പറയും, അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെ വിഷയം തുടങ്ങും. അപ്പോൾ പിതാവ് ചോദിച്ചു അവിടെ ചെന്നിട്ട് അപ്പനും അമ്മയും സന്തോഷമല്ലേ? ഞാൻ പറഞ്ഞു ദേ ആർ എക്സ്ട്രീംലി ഹാപ്പി. കാരണം അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പിടിക്കാനെല്ലാം പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അടുത്തൊരു ചോദ്യം പിതാവ് ചോദിച്ചു, അതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എടാ ഇങ്ങനെ പുറമേ നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ചോദ്യം വരുമെന്ന്. ഞാൻ പറഞ്ഞു അതെ പിതാവേ, സന്തോഷമാണ്. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനൊരു ഫ്രീഡം കിട്ടിയല്ലോ. ഇതാരും നമ്മളോട് ചോദിക്കുന്നില്ല, നമുക്കൊരു സ്പേസ് കിട്ടിയല്ലോ. അപ്പം പിതാവ് അടുത്തൊരു ചോദ്യം ചോദിച്ചത്, അങ്ങനെയെങ്കിൽ എടാ ഇത് കർത്താവ് കരുണ കാണിച്ചതല്ലേ, നീ എന്തിനാ ഒരു ശാപമായിട്ട് എടുക്കുന്നത്? ശരിയല്ലേ? എന്തിനാ ഈ റൂമിനകത്ത് കിടന്ന് എല്ലാവരും കൂടി ശ്വാസം മുട്ടുന്നത്? അവിടെ ഇവിടെയും സന്തോഷമായിട്ടിരുന്നാൽ പോരെ? പെട്ടെന്ന് അങ്ങ് ഫ്രീ ആയി, വിഷമങ്ങളൊക്കെ അങ്ങ് പോകാൻ തുടങ്ങി. ആ ഒരു ആശ്വാസം ദൈവം തരുക നമുക്ക്, ആ ഒരു സമാശ്വാസം തരുക. കാരണം വർഷങ്ങളെടുത്ത ആ ഒരു സഹനത്തിൻ്റെ, നേരത്തെ ആ രോഗി 38 വർഷം കിടന്നതുപോലെ നമ്മളും വർഷങ്ങളെടുത്ത ആ സഹനത്തിൻ്റെ ഒടുവിൽ നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടുകയാണ്. ഒരു സ്പേസ് വേണം, സ്പേസ് വേണം. എല്ലാ റിലേഷൻഷിപ്സിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണം. മാതാപിതാക്കൾ മക്കളുടെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണം. സഹോദരങ്ങളുടെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണം. സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണം. ആ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവരെ ആ ജീവനാന്തം സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 4-ാം പ്രമാണം നമുക്ക് പാലിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്കൊരു സ്പേസ് കൊടുക്കണം അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം അവരറിഞ്ഞ നോളജ് വെച്ചിട്ട്, അവർ പഠിച്ച സ്കൂളിൽ നിന്ന് അവർ സ്വായത്തമാക്കിയ അറിവ് വെച്ചിട്ട്, അവർക്ക് കിട്ടിയ മോൾഡിങ് അനുസരിച്ച്, അവർക്ക് കിട്ടിയ മെൻറ്ററിങ് അനുസരിച്ച് അവർ ചെയ്യുന്ന കാര്യം അവരുടെ കൺസെപ്റ്റിൽ അത് ശരിയാണ്. ഞാൻ ആ സ്കൂളിലല്ലല്ലോ പഠിച്ചത്, ഞാൻ ആ കാര്യങ്ങളല്ലല്ലോ കേട്ടേക്കുന്നത്, എനിക്ക് കിട്ടിയ അറിവ് അതല്ലല്ലോ, എന്നെ ഫോർമേഷൻ ചെയ്തെടുത്തേക്കുന്നത് ആ പരുവത്തിലല്ലല്ലോ, എനിക്ക് കിട്ടിയ മെൻറ്റർഷിപ്പ് അങ്ങനത്തെ അല്ലല്ലോ. ആ കാര്യത്തിൽ എനിക്കിത് തെറ്റായിട്ട് തോന്നും, ഞാനിത് തെറ്റാണെന്ന് പറയും. കാരണം അവരുടെ പല ശരികളും എനിക്ക് തെറ്റാ, എൻ്റെ പല ശരികളും അവർക്ക് തെറ്റാ. ഈ ശരിയും തെറ്റും തമ്മിലുള്ള യുദ്ധമാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ. അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും, ഭയങ്കര ബുദ്ധിമുട്ട് വരും, ഭയങ്കര പ്രശ്നം വരും. അതിനുശേഷം ഞങ്ങൾ ടോട്ടലി അങ്ങ് ഫ്രീ ആയി. ഒരു 4-5 മാസം കഴിഞ്ഞ് പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെന്ന് കാണാൻ തുടങ്ങി. അപ്പം ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതാട്ടെ 2 പേർക്കും അറിയത്തില്ല. ഭയങ്കര സ്നേഹം. അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും, ചെന്ന് കാണും. ഇടയ്ക്കൊക്കെ ചെന്ന് കാണുമ്പോഴും വേറെ ഒരക്ഷരം മിണ്ടത്തില്ല, വേറെ ഒന്നും മിണ്ടത്തില്ല. എന്നാ ഉണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ. ഇങ്ങോട്ട് ചോദിക്കും, എന്നാ ഉണ്ട്, നിനക്ക് സുഖമല്ലേ? അസുഖം. നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യവും നമ്മൾ മിണ്ടില്ല, അവിടുത്തെ കാര്യവും ചോദിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടോ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ, അത് മാത്രം ചെയ്യുന്നു, മിണ്ടാതിങ്ങ് പോരുന്നു. ഒരു കാര്യത്തിലും, അവർ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഒരു ഇൻവോൾവ്മെൻറ്റും നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഇങ്ങോട്ടൊരു ഇൻവോൾവ്മെൻറ്റ് അവരും എടുക്കത്തില്ല.
അവർ സ്പേസ് കൊടുത്താൽ മതി, അങ്ങനത്തെ ഒരു ആശ്വാസം ഈ പിതാവിൽ നിന്നാണ് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ പിതാവ് ഞങ്ങളെയൊക്കെ ഒന്ന് ഫ്രീ ആക്കുന്നത് ഒരു ഒക്ടോബർ മാസമാണ്. മാർച്ച് മാസമാണ് അപ്പനും അമ്മയും പോകുന്നത്. ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങളൊരു ടോട്ടലി ഒന്ന് ഫ്രീ ആയത്. ജപമാല മാസമാണല്ലോ. അങ്ങനെ വന്ന് ഡിസംബർ ഒരു 21 തീയതി 22 തീയതി ആയപ്പോൾ ഇപ്പം ഞങ്ങളുമായിട്ട് ആരും ഒരു കണക്ഷനോ ബന്ധപ്പെടലോ ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട്, കാരണം ഒന്നാമത്തെ ഒരു കൺവേർട്ട് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. നമുക്കിനി ആ സമുദായത്തിലൊക്കെ ഒന്നും പോകാൻ പോവില്ല. നമുക്കെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ആരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊന്നും, അല്ലേ? ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണ്. ഒരു ദൈവവേല ചെയ്യുന്ന ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം, ഒരു സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെയാണ്. പലരും വന്ന് അവരോട് പറയും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ, ഇന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളോടൊന്നും ആരും ചോദിക്കത്തില്ല കേട്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോൻ എന്തെങ്കിലും വിഷമമുണ്ടോടാ, ചോദിക്കില്ല. എങ്ങും ചെന്ന് ഇറക്കി വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെയും ഇന്നൊന്ത് നേർന്ന ഹൃദയമായിട്ട് കുമ്പസാരക്കൂട്ടിൽ കരഞ്ഞു തീർക്കും. പല കാര്യങ്ങളും അവിടെ തീർക്കും. അവിടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങളൊക്കെ അവിടെ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു ഡിസംബർ 21 തീയതി ഒരു പോസ്റ്റൽ വന്നു വീട്ടിൽ. ഞങ്ങളിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ പിതാവ് അയച്ച ഒരു ക്രിസ്മസ് കാർഡാണ്. എൻ്റെ പ്രിയപ്പെട്ട വിൻസിമോക്കും ജോർജ് മോനും. ശരിക്കും ഇതിങ്ങനെ കൈ കിട്ടിയിട്ട് ഈ വൈഫ് ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. അവളിങ്ങനെ നിർത്തുന്നില്ല. ഇതിങ്ങനെ പെട്ടെന്ന് അവൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം അവൾ പറയാണ്, എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നടാ, എനിക്ക് എന്തൊക്കെയോ ഒരു പ്രതീക്ഷ, എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ദൈവത്തിൻ്റെ സമാശ്വാസം. ഇതാണ് നമ്മുടെ ദൈവം. അതിനുശേഷം സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലയളവ് അത്രയും എനിക്ക് തോന്നുന്നു ഒരു 500-ലധികം സെയിം സിറ്റുവേഷനിലൂടെ കടക്കുന്ന ഫാമിലികൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും ആ ഒരു കെട്ടിൽ നിന്ന് നമുക്കൊന്ന് വിടുവിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് പറയുന്നത്, ഞങ്ങൾ അനുഭവിച്ച അതേ ആശ്വാസം അവരും അനുഭവിക്കേണ്ടതിന് ഞങ്ങൾ കടന്നുപോയ ആ സഹനത്തിൻ്റെ പാത ക്ഷമയോടുകൂടി അവരും സഹിക്കേണ്ടതിന് അവരെ ശക്തരാക്കാൻ വേണ്ടി ഞങ്ങളെ എല്ലാ ക്ലേശത്തിലൂടെയും ദൈവം കടത്തിവിട്ട് അവിടെ ഞങ്ങൾക്കൊരാശ്വാസം നൽകുന്നു. ദൈവത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ട് ഓരോ സഹനവും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കിത് വേണേൽ പ്രശ്നമായിട്ട് നമുക്ക് കാണാം. ഓരോന്നിനെയും, രോഗത്തിൻ്റെ അവസ്ഥയായിക്കൊള്ളട്ടെ, കടബാധ്യതയായിക്കൊള്ളട്ടെ, ഒരു മാറ്റി നിർത്തലായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടലായിക്കൊള്ളട്ടെ, ഒരു അവഗണനയായിക്കൊള്ളട്ടെ, ഇറക്കിവിടലായിക്കൊള്ളട്ടെ, ഒരു കാർക്കിച്ച് തുപ്പലായിക്കൊള്ളട്ടെ, മുഖത്ത് നോക്കി ഒരു അടിയായിക്കൊള്ളട്ടെ, പിന്നീന്ന് കുത്തലായിക്കൊള്ളട്ടെ, ഒരു കാല് വാരലായിക്കൊള്ളട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാം. പ്രശ്നമായിട്ട് കണ്ടാൽ അതൊരു പ്രശ്നം തന്നെയാണ് ജീവിതകാലം മുഴുവനും. പക്ഷേ അവിടെയും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കാണാം. ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു സാധ്യത കാണാം. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു സാധ്യതകളുടെ ഒരു ലോകമാണ്. യു ആർ എ ബണ്ടിൽ ഓഫ് പോസിബിലിറ്റീസ്. നീ സാധ്യതകളുടെ ഒരു ലോകമാണ്. നിന്റെ ഹൃദയത്തിനുള്ളിൽ, നിന്റെ ജീവിതത്തിനുള്ളിൽ ദൈവം അസാധ്യമായ കൃപകൾ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു നിക്ഷേപപാത്രമാണ് കുഞ്ഞേ നീ. ആ കഴിവുകൾ പുറത്തോട്ട് വരണമെങ്കിൽ ഒരു സ്ട്രെസ് നമുക്കുണ്ടായേ പറ്റൂ. അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നാവാം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ സമാധാനമല്ല ഭിന്നത കൊണ്ടുവരാനാണ് വന്നിരിക്കുന്നത്, വാളാ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൻ മകനെതിരെ തിരിയും, അമ്മ മകൾക്കെതിരെ തിരിയും, മരുമകൾ അമ്മായിമ്മയ്ക്കെതിരെ തിരിയും എന്ന് പറയുന്നത് ഞാൻ സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം പുറത്തുനിന്ന് ഒരു സംഭവം വന്നാൽ നമ്മൾ ഒലയത്തില്ല, നമ്മളതിന് ഒരു വിലയും കൽപ്പിക്കത്തില്ല. പക്ഷെ ഉള്ളിൽ നിന്ന് ഈ കുത്ത് വരുമ്പോൾ നമ്മൾ ഉടഞ്ഞു പോകും. അവിടുന്നേ ഉടയത്തുള്ളൂ, അവിടുന്ന് കിട്ടണം. അതുകൊണ്ട് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സ്കൂളാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയെയും എന്ത് ബുദ്ധിമുട്ടിനെയും തരണം ചെയ്യാനുള്ള വലിയൊരു ആത്മധൈര്യം, ശക്തി, കരുത്ത് നമ്മൾ ആ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അത് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഒരു അപ്പനെ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഏത് വ്യക്തിയെ വേണമെങ്കിലും നിനക്ക് മാനേജ് ചെയ്യാം, ഏത് ആത്മാക്കളെ വേണേലും നിനക്ക് നേടാം. അങ്ങനെ ഒരു അമ്മയെ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
നിനക്ക് ആ തരത്തിലുള്ള ഏത് അമ്മയെ വേണേലും നേടാം, ഏത് അമ്മയെ വേണേലും മാനേജ് ചെയ്യാം. അങ്ങനെ ഒരു ജീവിത പങ്കാളിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഏതൊരു ആത്മാവിൻ്റെയും രക്ഷയ്ക്ക് നീ കാരണമാകും. നിൻ്റെ മുമ്പിൽ വരുന്നവർക്ക് നീ ഒരു ആശ്വാസമാകും. ആ കുഞ്ഞുങ്ങളെ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് ദൈവം നിന്നെ ഒരു പാത്രമാക്കും. അതിനുവേണ്ടി നമുക്ക് ഈ സഹനങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ഓരോ സഹനത്തെയും കാണാം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് പരാതിയില്ല. ഞാനൊക്കെ കർത്താവിനോട് പറയും, കർത്താവേ, ഓക്കെ, സന്തോഷപൂർവ്വം ഞാനിത് ഏറ്റെടുക്കുകയാണ്, പക്ഷെ ഇത് മറികടക്കാനുള്ള ധൈര്യം നീ തന്നേക്കണം, ഇതിനെ ഫേസ് ചെയ്യാനുള്ള കൃപ നീ തന്നേക്കണം. കടബാധ്യത തന്നു, ഓക്കെ, കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ളൂ. ഈ കടബാധ്യതയെ മറികടക്കാനുള്ള കൃപ നീ തരണം. രോഗം തന്നു, കുഴപ്പമൊന്നുമില്ല, രോഗത്തെ മറികടക്കാനുള്ള ശക്തി നീ തരണം. വേദന സഹിക്കാനുള്ള സഹനം നീ തരണം. ഒറ്റപ്പെടൽ അനുഭവിച്ചു, ദൈവമേ, നിന്നിൽ ആശ്വാസം കണ്ടെത്തി നിൻ്റെ കൂടെ നടക്കാനുള്ള ഒരു കൃപ നീ തരണം. ഇങ്ങനെ നമ്മൾ അതിനെ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റി നമ്മുടെ സാധ്യതകളെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നല്ല നന്മകളായിട്ട് ഒഴുകാൻ തുടങ്ങും. അതാ ദൈവം പറയണത്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ അരുവി ഒഴുകും. അത് നന്മയുടെ, കൃപയുടെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, മനസ്സിലാക്കലിൻ്റെ, ആത്മസംയമനത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ, ഒരു സ്വാന്തനത്തിൻ്റെ ഒരു അരുവിയാണ്. അത് ഒഴുകണമെങ്കിൽ ആരെങ്കിലും ഞെക്കി പുറത്തോട്ട് ചാടിക്കണം, എങ്കിലേ ഈ സാധനം ഒന്ന് ഒഴുകി തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് നമുക്കും നമ്മളെ കർത്താവിന് വിട്ടുകൊടുക്കാം. അവൻ എന്ത് സഹനം വേണേലും. കാരണം ഇതാണ്, ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഇതല്ലേ സംഭവിച്ചത്. ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്ത് മാറ്റണേ. മാറ്റിയോ? നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ പ്രശ്നം ഒന്ന് തീരട്ടെ. തീരുന്നുണ്ടോ? ഇല്ല, അവിടെ മാറ്റപ്പെടുന്നില്ല. അതിനെ അതിജീവിക്കാനുള്ള ഒരു ആത്മീയ കരുത്ത്, ഒരു ആത്മധൈര്യം യേശു തമ്പുരാൻ വാങ്ങിച്ചെടുക്കുകയായിരുന്നു. മരണത്തെ പോലും തോൽപ്പിക്കുന്ന ആത്മധൈര്യം വാങ്ങിച്ചിട്ട് ആ ബലിയിലേക്ക് അവൻ നടന്നു നീങ്ങിയായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഓരോ സഹനത്തിലും അത് മറികടക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് മാറിപ്പോവാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിനെ മറികടക്കാനുള്ള ധൈര്യത്തിന് വേണ്ടിയാണ്. അപ്പോഴാണ് ഈ ലൂക്ക 10:19 ഒരു പൂർത്തീകരിക്കപ്പെടുന്നത്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും ഇതേ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. നമുക്ക് പറ്റണം. നമ്മൾ തോക്കില്ല, നമുക്ക് തോക്കാൻ പറ്റത്തില്ല, നമ്മൾ തോൽക്കില്ല, നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടില്ല. കാരണം മരണത്തെ തോൽപ്പിച്ചവൻ എൻ്റെ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അവൻ നമ്മളെ പരാജയപ്പെടാൻ സമ്മതിക്കില്ല. നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മളെ നയിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നീ നടത്തുന്ന വഴികളാണല്ലോ. നീ കാലിത്തൊഴുത്തിൽ ജനിച്ച് വീണ് കാൽവരിയിൽ യാഗമായി തീർന്നതുപോലെ നീ കടന്ന ഓരോ വഴിയിലൂടെയും, അതിനുശേഷം നീ ഉദ്ധാനം ചെയ്തതുവരെ നീ കടന്ന ഓരോ വഴിയിലൂടെയും ഞങ്ങളെയും നീ കടത്തുന്നുണ്ടല്ലോ കർത്താവേ. ഇത് നിൻ്റെ പഠിപ്പീരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ കൃപ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഓരോ സഹനത്തിൻ്റെ കാലഘട്ടങ്ങളും ഓരോ സഹനവും മനസ്സിൻ്റെ പരീക്ഷയാണല്ലോ ദൈവമേ. ആ പരീക്ഷ എഴുതി പാസ്സാവാനുള്ള വലിയൊരു കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ ഒറ്റപ്പെടലിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ, വേദനയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ, കടബാധ്യതയിലൂടെ കടന്നു പോകുമ്പോൾ, രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, കുടുംബ പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, മനസ്സിലാകാതെയൊക്കെ കടന്നു പോകുമ്പോൾ നിൻ്റെ കരം ഞങ്ങൾക്ക് താങ്ങായി തരണേ. പരിശുദ്ധ അമ്മേ, നിൻ്റെ പുത്രനെ നീ മടിയിൽ കിടത്തി ആശ്വസിപ്പിച്ചതുപോലെ, ചങ്കോട് ചേർത്ത് വെച്ചതുപോലെ എൻ്റെ കർത്താവേ, നിൻ്റെ അമ്മയെ നീ ഞങ്ങൾക്ക് അയക്കണമേ. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ നെഞ്ചിലോട്ട് ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ. അമ്മ ഉദരത്തിൽ ഉണ്ണിയെ വഹിച്ചുകൊണ്ട് ആ ഹൃദയത്തിൽ നിന്ന് കൃപയൊഴുക്കിയതുപോലെ നിൻ്റെ വിമല ഹൃദയത്തിനുള്ളിൽ ഞങ്ങൾക്കും അഭയം തരണമേ. അമ്മ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞമ്മേ. കുരിശിൽ കടന്ന് ഈശോ പറഞ്ഞില്ലേ, ഇതാ നിൻ്റെ അമ്മ. എൻ്റെ അമ്മയെ ഞങ്ങളെ പൊതിഞ്ഞ് പിടിച്ച് കൊണ്ട് നടത്തണമേ. അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ കുടുംബത്തെ പൊതിയണമേ. ഞങ്ങളുടെ സാഹചര്യങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ പൊതിഞ്ഞ് സംരക്ഷിച്ച് നീ കൊണ്ടു നടത്തണമേ. ഓരോ അനുഭവങ്ങളും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും ഉള്ള ഒരു കളരിയാണല്ലോ, ജീവിത കളരിയാണല്ലോ അമ്മേ. നീയാവുന്ന നിൻ്റെ ജീവിതമാകുന്ന ജീവിത കളരിയിൽ നിന്നാണല്ലോ അതിനുള്ള ഓരോ നന്മകളും ഞങ്ങൾ അടർത്തിയെടുക്കാനായിട്ട് അമ്മ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ.
എപ്പോഴും കൈക്ക് പിടിച്ച് നടത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.